തംബ്നെയിൽ നോക്കിക്കഴിഞ്ഞാൽ പലർക്കും വിഷമമാകും. നമ്മൾ വിഷമിക്കാൻ വേണ്ടിയോ ഡീമോട്ടിവേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയോ പറഞ്ഞതല്ല. പക്ഷേ സത്യാവസ്ഥയും നിജസ്ഥിതിയും അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു തംബ്നെയിൽ ഇട്ടത്. 2019 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ അവസ്ഥ കുറച്ച് പരിതാപകരമാണ്. പലർക്കും അതിൻ്റെ സീരിയസ്നെസ് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ കളിച്ച് ചിരിച്ച് മുന്നോട്ട് പോകുന്നത്. എന്തു തന്നെയാണെങ്കിലും നമ്മുടെ ലൈഫാണല്ലോ. അപ്പോൾ അത്രയധികം വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ആസ് എ ടീച്ചർ ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. 2019 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ ലാസ്റ്റ് ചാൻസാണ് 4ാം സെമസ്റ്റർ പരീക്ഷകളുടെ. ആ ചാൻസും കൂടി കഴിഞ്ഞാൽ അവർക്ക് സപ്ലിമെൻ്ററി എക്സാമിനേഷൻ ഇനി എഴുതാൻ സാധിക്കുകയില്ല. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന അറിവ്. നമ്മൾ പലരോടും ചോദിച്ചപ്പോൾ അങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. അവർക്ക് വേറെ അവസരങ്ങളില്ല. ഇനി സപ്ലിമെൻ്ററി കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് 1, 2, 3, 5, 6 സെമസ്റ്റർ പരീക്ഷകളിൽ ഏതെങ്കിലും സപ്ലിമെൻ്ററി എക്സാമിനേഷൻ ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് ഇനി 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷനോ സ്പെഷ്യൽ എക്സാമിനേഷനോ എഴുതേണ്ടതായിട്ട് വരും. ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് 2016 വരെയാണ്. ഇനി 17, 18, 19 വിളിക്കണം. അത് എപ്പോൾ വിളിക്കും ചോദിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ടൊരു ഐഡിയ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. സോ സ്റ്റേ ട്യൂൺഡ്. ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ വിഷയം യൂണിവേഴ്സിറ്റിയെ അഡ്രസ്സ് ചെയ്യണം. കളക്റ്റീവായിട്ട് അത് നേരിട്ടിട്ടോ മെയിൽ വഴിയോ കാര്യങ്ങൾ പറയണം. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ കോൾ ഫോർ ചെയ്യണം. 2017, 2018 വർഷങ്ങളോടൊപ്പം തന്നെ 2019 വിദ്യാർത്ഥികളുടെയും 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ ക്ലബ് ഇത് നടത്തി കഴിഞ്ഞാൽ അത്രയധികം വർഷം പോവില്ല. നമ്മുടെ ലൈഫ് അത്ര മൂഞ്ചുമില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഇത് നിങ്ങൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുക്കണം. നമ്മുടെ മാത്രം ആവശ്യമാണ്, മറ്റുള്ളവരുടെ ആവശ്യമല്ല. ഡിഗ്രിക്ക് ചേർന്നത് നമുക്ക് തന്നെ ഒരു വിനയാവാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യണം. പറയാൻ വളരെയധികം ലളിതമായൊരു കാര്യമാണ്. പക്ഷേ ഇത് ജനറേറ്റ് ചെയ്യണമെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് കളക്റ്റീവായിട്ട് യൂണിവേഴ്സിറ്റി കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യണമെന്ന് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. സോ 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾ കുറച്ചധികം ശ്രദ്ധിക്കുക. ഇക്കാര്യങ്ങളിൽ കുറച്ചധികം മുന്നോട്ട് പോവുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.